അനീഷിന് ഇത് എന്താ സംഭവിച്ചത് അല്ലേ? സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഒറ്റയ്ക്ക് നടക്കുന്നു, ഒറ്റപ്പെട്ട സ്ട്രാറ്റജി അങ്ങനെയൊക്കെ നടന്നിരുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന്, അതായത് സീസൺ തീരാനായിട്ട് ഒരാഴ്ചയൊക്കെ ബാക്കി നിൽക്കെ ലവ് സ്ട്രാറ്റജി, അതും അനുമോളോട് വിട്ടു തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. അനുമോളോട് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, എന്താണ് അഭിപ്രായം എന്ന്. ഉടനെ അനുമോളുടെ വക ഒരു മറുപടി, എനിക്ക് താല്പര്യമില്ല എന്ന്. പുള്ളി പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു, അവിടെ നിന്ന് പോകുന്നു. പിന്നെ അനുമോളോടും മറ്റുള്ളവരോടൊക്കെ ഒരു ദേഷ്യത്തോടെ. ഇത് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇത് ഒരു ലവ് സ്ട്രാറ്റജി ആയിട്ട് എടുത്തിട്ട് അനീഷ് അനുമോൾക്കെതിരെ പ്രയോഗിക്കുക ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരിക്കാം. ചിലപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരു ലവ് അനുമോളോട് തുറന്ന് പറഞ്ഞിട്ട് അനുമോൾ അത് റിജക്റ്റ് ചെയ്തു. അപ്പോൾ എന്നിട്ട് കുറേ മിണ്ടാതെ നടക്കുന്നു, പാവത്താനെ പോലെ നടക്കുമ്പോൾ കുറേ വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ സംഭവിച്ചതാണ്. ഇനി അതല്ല, സ്ട്രാറ്റജി അല്ല, വളരെയധികം ജെന്യൂനായിട്ടൊരു കാര്യം പറഞ്ഞതാണെങ്കിൽ പോലും ഒരു പെൺകുട്ടിക്ക് ഒരാൾ സ്നേഹിക്കണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം ആ പെൺകുട്ടിക്കാണ്. അപ്പോൾ അത്രയും ഓരോ കാര്യം മെച്ചോർഡായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്നാണല്ലോ അനീഷ് അവിടെ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ട് നടന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിൽ അനീഷിന് ഒരു റിജക്ഷൻ വന്നപ്പോൾ, അല്ലെങ്കിൽ നോ വന്നപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അപ്പം തന്നെ ദേഷ്യം കാണിക്കുന്നു, ജയിൽ നോമിനേഷനിൽ അനുമോളെ എടുത്തിടുന്നു. അതുവരെ അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്ന ഏക വ്യക്തി എന്നാണ് അനീഷാണ്. പക്ഷെ ജയിൽ നോമിനേഷൻ വന്നപ്പോൾ അനുമോളുടെ പേര് പറയുന്നു, എന്തോ ഒരു പക പോലെ. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നത് അനീഷിൻ്റെ ഈ ഒരു ലവ് ട്രാക്ക് പിടിക്കലോ, അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ളൊരു ലവ് ആയിട്ട് തോന്നിയോ, അത് എന്ത് തന്നെയാണെങ്കിലും അത് ബിഗ് ബോസിനകത്ത് ഇപ്പോൾ അനീഷിൻ്റെ ഒരു ഗ്രേഡ് കുറച്ചിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ആ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ആയിട്ടും മറ്റുള്ളവരുടെ ഈ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രാറ്റജി ഒക്കെ ഉണ്ടല്ലോ, അതായിട്ട് മുന്നോട്ട് പോയതിനേക്കാളും നല്ലത്. ഇത് ശരിക്കും പറഞ്ഞാൽ അനീഷ് പ്രേക്ഷകരുടെ മുമ്പിൽ വളരെയധികം നാണം കെട്ട ഒരു കാര്യമായി പോയി. കാരണം അനുമോള് യെസ് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ, ഇതിപ്പോൾ നോ പറഞ്ഞു എന്നാലും ഓക്കെ. പക്ഷേ ദേഷ്യപ്പെട്ടു പോവുക, അദ്ദേഹത്തിന് ദേഷ്യം അത് പ്രകടിപ്പിക്കുക, അതൊന്നും വേണ്ടിയിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.